പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് വിൻസ് മിക്മാൻ പുതിയ കമ്പനിക്ക് തുടക്കം കുറിച്ചതിനെ സംബന്ധിച്ചാണ്. വിൻസ് മിക്മാൻ പുതിയ കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പേര് 40th and I എന്നുള്ള ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് തരത്തിലുള്ള ഒരു ബിസിനസ് കമ്പനിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് മീഡിയ, എൻ്റർടൈൻമെൻറ്റ്, സ്പോർട്സ് തുടങ്ങിയ മേഖലയിലൊക്കെ ഈ ഒരു കമ്പനി പ്രവർത്തിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എല്ലാവരും സംശയത്തോടു കൂടി ഉറ്റുനോക്കുന്നത് റെസ്ലിംഗ് റിലേറ്റഡ് ബിസിനസ്സിലേക്ക് വിൻസ് മിക്മാൻ ഈ ഒരു കമ്പനിയോട് കൂടി തിരികെ വരുമോ എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ ഔദ്യോഗിക വാർത്തയും അറിയാൻ സാധിച്ചിട്ടില്ല. റെസ്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് വിൻസ് മിക്മാൻ കടക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള ചെറിയൊരു റൂമറും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവായിട്ട് ഇപ്പോൾ വിൻസ് മിക്മാൻ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തികളെല്ലാം മുൻപ് വിൻസ് മിക്മാന് കീഴിൽ WWE-യിൽ വലിയ റോളുകൾ ചെയ്തിരുന്ന ഒഫീഷ്യൽസ് ആണ്. അതുകൊണ്ട് തന്നെ റെസ്ലിംഗ് റിലേറ്റഡ് ബിസിനസ്സിലേക്ക് വിൻസ് മിക്മാൻ്റെ പുതിയൊരു കമ്പനി കടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. വിൻസ് മിക്മാൻ പുതിയൊരു കമ്പനിയുമായിട്ട് വന്നാൽ അദ്ദേഹത്തിന് വമ്പൻ ഡീലുകൾ ലഭിക്കും, അദ്ദേഹത്തിന് വമ്പൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിക്കും. അത് WWE എന്ന് പറയുന്ന കമ്പനിക്ക് കോമ്പറ്റീഷൻ കൊടുക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. വിൻസ് മിക്മാൻ പുതിയ കമ്പനി ലോഞ്ച് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ AAA എന്ന് പറയുന്ന ലൂച്ച ലിബ്രെ പ്രൊമോഷൻ്റെ ഒരു ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ നിലവിലെ AAA മെഗാ ചാമ്പ്യനായ ആൽബർട്ടോ എൽ പെട്രോൺ എന്ന് പറയുന്ന റിംഗ് നെയിമിൽ ഇപ്പോൾ അറിയപ്പെടുന്ന താരം വൈക്കിംഗോ എന്ന് പറയുന്ന റെസ്ലറിനെ എതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. വൈക്കിംഗോ ആൽബർട്ടോ എൽ പെട്രോണിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ AAA മെഗാ ചാമ്പ്യൻ ആയിരിക്കുന്നു. കൂടാതെ അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്ന വേൾഡ്സ് കൊളൈഡ് എന്ന് പറയുന്ന AAA റെസ്ലേഴ്സും അതുപോലെ തന്നെ WWE റെസ്ലേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഇവൻറ്റിൽ ചാഡ് ഗേബിളിനെതിരെ വൈക്കിംഗോ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യുമെന്നുള്ളതും ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ളൊരു അപ്ഡേറ്റ് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ റിവ്യൂ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിരുന്നു. അതേ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഇവൻറ്റിലെ റിസൾട്ടും കാണാൻ സാധിച്ചത്. ആൽബർട്ടോ ദെൽ റിയോയ്ക്കെതിരെ വൈക്കിംഗോ വിജയം നേടിയപ്പോൾ AAA റെസ്ലേഴ്സ് എല്ലാം വന്നിട്ട് വലിയൊരു സെലിബ്രേഷൻ അവിടെ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. ആൽബർട്ടോ എൽ പെട്രോൺ അല്ലെങ്കിൽ ആൽബർട്ടോ ദെൽ റിയോ എന്ന് പറയുന്ന റെസ്ലറിനെ ഒരു വലിയ ഒരു വില്ലൻ ആക്കിയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് ഒരു നായകൻ റോൾ ചെയ്യുന്ന റെസ്ലർ ചാമ്പ്യൻഷിപ്പ് എടുക്കുമ്പോൾ അത് കമ്പനിയെ സംബന്ധിച്ച് അതൊരു കമ്പനി റീബോൺ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഏത് സ്റ്റോറിയിലും കാണിക്കാറുള്ളത്. അതേ ഒരു സിറ്റുവേഷനിലൂടെയാണ് AAA നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഈ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിലേക്ക് മണി ഇൻ ദ ബാങ്ക് ലാഡർ മത്സരങ്ങളിലെ അവസാന സ്പോട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫയിങ് മത്സരങ്ങൾ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ വുമൻസിൻ്റെ ലാഡർ മത്സരത്തിൽ നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ലിവ് മോർഗനും ഇപ്പോൾ റോസ്റ്ററിലേക്ക് പുതുതായി വന്നിട്ടുള്ള സ്റ്റെഫിനി വെക്കർ എന്ന് പറയുന്ന റെസ്ലറും ഐവി നൈലും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ട്രിപ്പിൾ ടെറ്റ് മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഇനി മെൻസ് ലാഡർ മത്സരത്തിലേക്കുള്ള ക്വാളിഫയിങ് മത്സരത്തിൽ CM പങ്ക്, AJ സ്റ്റൈൽസ്, എൽ ഗ്രാൻഡ് അമേരിക്കാന തുടങ്ങിയ 3 പേരടങ്ങുന്ന ഒരു ട്രിപ്പിൾ ടെറ്റ് മത്സരമാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. CM പങ്കും AJ സ്റ്റൈൽസും 20 വർഷങ്ങൾക്ക് ശേഷം ഒരു റിങ്ങിൽ ഏറ്റുമുട്ടാൻ പോകുന്നു എന്ന വലിയൊരു പ്രത്യേകതയാണ് ഈ ഒരു മത്സരത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലും നമുക്ക് ഈ ഒരു ട്രിപ്പിൾ ടെറ്റ് മത്സരമായിരിക്കും ഒരു മെയിൻ ഇവൻ്റായിട്ട് കാണാൻ സാധിക്കുക. വമ്പൻ മത്സരമായിരിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഇൻ്റർഫിയറൻസ് ഒക്കെ മത്സരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. CM പങ്കിന് തന്നെയാണ് വിജയ സാധ്യത കൂടുതലുള്ളത്. റോളിൻസിൻ്റെ ഫാക്ഷൻ്റെ ഇടപെടലൊക്കെ നമുക്കിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ റെയിൻസിൻ്റെ ഹോളിവുഡ് കരിയറിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസും കൂടി ഭാഗമായിട്ടുള്ള ഒരു പുതിയ സിനിമയുടെ ഒരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നു. സിനിമയുടെ പേര് ദ പിക്കപ്പ് എന്നാണ്. ഈ സിനിമ ഒരു കോമഡി ഹേസ്റ്റ് ആ ഒരു ജനറൽ വരുന്ന ഒരു സിനിമയാണ്. കൂടാതെ റോമൻ റെയിൻസ് ഈ ഒരു സിനിമയിൽ 1-2 സീൻസിൽ ഉണ്ടായിരിക്കുന്നുള്ളതും ഡയറക്ടർ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. റോമൻ റെയിൻസിനും കൂടി ഭാഗമായിട്ടുള്ള ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലൂടെയാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ഓഗസ്റ്റ് 6-ാം തീയതിയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു സിനിമ പ്രീമിയർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതും ഇതിൻ്റെ ഡയറക്ടർ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ താരമായ റോമൻ റെയിൻസ് അദ്ദേഹം മാറി നിൽക്കുന്ന സമയങ്ങളിൽ ഹോളിവുഡ് സിനിമകളിലൊക്കെ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന റോളുകളെ സംബന്ധിച്ചാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ്. അപ്പോൾ അത്തരത്തിൽ അഭിനയിച്ചൊരു സിനിമയുടെ ഒരു റിലീസിനോട് അനുബന്ധിച്ചുള്ളൊരു അപ്ഡേറ്റ് മാത്രമാണിത്. റോമൻ റെയിൻസ് വലിയൊരു നായകൻ ടൈപ്പ് റോൾ ചെയ്യുന്ന ഒരു സിനിമയെ സംബന്ധിച്ച് ഒരു സ്ട്രീറ്റ് ഫൈറ്റ് എന്ന് പറയുന്ന ഗെയിമിൻ്റെ ഒരു സിനിമയെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ആഴ്ച പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവിന് കാത്തിരിക്കുന്ന കൂട്ടുകാരെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് ജൂൺ മാസം, അതായത് നമുക്ക് അടുത്ത ആഴ്ച റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ പ്രതീക്ഷിക്കാവുന്നതാണ്.
ഒന്നെങ്കിൽ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള റോ എപ്പിസോഡിലോ റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്യും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. വാർത്തകൾ അങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ റോമൻ റെയിൻസ് ഹോളിവുഡ് കരിയർ തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹം ഇനി അങ്ങോട്ട് മാറി നിൽക്കുന്ന സമയം എല്ലാം സിനിമകളുടെ ഭാഗമായിരിക്കും. ദ റോക്കിൻ്റെ പോലെ, ജോൺ സിനയെ പോലെ, ബാറ്റിസ്റ്റയെ പോലെ ഇനി പൂർണ്ണമായും റോമൻ റെയിൻസ് ഹോളിവുഡിലേക്ക് തിരിയുന്നതായിരിക്കും കാണാൻ സാധിക്കുക. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.